ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഇന്ന് ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ അപ്പച്ചൻ്റെ ഓൺ സിസ്റ്ററുടെ മക്കളാണ് ഇവരെല്ലാവരും. ഒന്ന് മത്തായി ചേട്ടൻ്റെ വൈഫ് എൽസി ചേച്ചി, ഇത് ഞങ്ങളുടെ അച്ഛൻ പോളച്ചനച്ഛൻ. ഇനി അച്ഛൻ പറയച്ചാ വീടും ഇതൊക്കെ എവിടെയാണ്? ഇങ്ങനെ തെക്കോട്ട് വരുമ്പോൾ ഉള്ള ഒരു സൗന്ദര്യവും സന്തോഷവും സംതൃപ്തി എന്ന് പറയുന്നത് അതിവിടെ സൗത്ത് ആംപ്ടണിലാണ് കാണുന്നതെന്ന് തോന്നുന്നു. അത് ഈ ഉണ്ണിമാരുടെ കുടുംബത്തിലാണ് കാണുന്നതെന്ന് തോന്നുന്നു. അറിയപ്പെടുന്നതാണെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ണിന്നാ വിളിച്ചു. അപ്പോ രണ്ട് ഉണ്ണിമാരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ കുഞ്ഞാക്കുകയാണ്. കുഞ്ഞാകുമ്പോഴാണ് സ്വർഗരാജ്യം കരസ്ഥമാക്കാനായിട്ട് നമുക്ക് ഏറ്റവും അധികം സാധ്യതയുണ്ടെന്ന് ഈശോ പറയുന്നത്. അതിവിടെ ഞങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ നൽകുന്ന ഈ സ്വാഗതത്തിനും അതുപോലെ തന്നെ എല്ലാ ശുശ്രൂഷയ്ക്കും വളരെ നന്ദി. അതാണ് പറയേണ്ടത്. അച്ഛൻ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തായി ചേട്ടനും പോളച്ചേട്ടനും ഒക്കെ പഴയ കാലത്തിലേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ വെക്കേഷന് അല്ലെ, അത് കുറ്റിപ്പുഴ, ഞങ്ങളുടെ വീട് കുറ്റിപ്പുഴയാണ്. കുറ്റിപ്പുഴയില് ഇവരൊരു വരവുണ്ട്. അയ്യോ, അത് കുറ്റിക്കാൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അതായത് പാടത്തിന്റെ വരമ്പിലൂടെയുള്ളൊരു നടപ്പാണ്. അതെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മടിത്തട്ടിലായിരുന്ന ഒരു അനുഭവമാണ്. അതൊരു തുരുത്തായിരുന്നു തർമ്മത്ത് എന്ന് പറയുന്നത്. രണ്ടല്ല 4 വശത്തും പാടം. അപ്പോ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൂടാരം, ആ കൂടാരത്തില് ഒരു നല്ല സ്നേഹം നിറഞ്ഞ കുടുംബം. അപ്പൊ അതൊക്കെ ആസ്വദിക്കാന്ന് പറഞ്ഞാല്, അതൊക്കെ അയവിറക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ആനന്ദമാണ്. ഫാനും വേണ്ടായിരുന്നു, ഒരു നിശാഗന്ധി ഉണ്ടായിരുന്നു, 2 മരങ്ങള് നിശാഗന്ധി ആ വീടിന്റെ മുമ്പില്. അത് രാത്രിയിൽ പുഷ്പിക്കും. അപ്പോൾ കറ്റ നിറഞ്ഞ മുറ്റം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പുഷ്പങ്ങളുടെ സുഗന്ധം, ഇതെല്ലാം പാരിജാതം ഉണ്ടായിരുന്നു. പിന്നെ മാവിന്റെ കളിയായിരുന്നു. പഴങ്ങണ്ണി എന്ന് പറഞ്ഞൊരു മാങ്ങ ഉണ്ടായിരുന്നു. അത് പഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്താണ്, മധുരമാണല്ലോ കഴിക്കുമ്പോഴേ. അതെല്ലാം മറന്നുപോകും. അതല്ല, നമ്മുടെ ചക്കിന്റെ അടുത്ത് ഒരെണ്ണുണ്ടായി, ചക്കിന്റെ അടുത്ത് ഒരു ചുവന്ന വാങ്ങണ്ടായി. എന്ത് രസം! അതുകൊണ്ടാണ് ഒരു അരയന്നം തന്നെ നമ്മളെ തേടി വരുന്നത്. ഒരു കാലഘട്ടത്തിലെ എല്ലാവർക്കും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, അതിനിടയ്ക്ക് ഇവിടെ UK-യിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നു, അങ്ങനെ ശരിക്കും പിരിമുറുക്കാണ്. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു? ഈ പിരിമുറുക്കം എല്ലാ കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു വിചാരം, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു വീണ്ടും വിചാരം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതുണ്ടാകുകയും ഉള്ളതിലുള്ള സന്തോഷം നമ്മൾ അയവിറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് ആത്മസമർപ്പണത്തോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. ഇനി എന്തെങ്കിലും പിരിമുറുക്കം കൂടുതലായാലും ഇതിപ്പോൾ ഈ മണ്ണാത്തിപ്പുഴ എന്നൊക്കെ പറയുന്നതിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കസേരകളിലൊക്കെ ഇരുന്ന് ഈ വെള്ളവും ഈ പ്രകൃതിയും ഈ പക്ഷികളെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ സ്വരത്തെ ശ്രവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വരമായിട്ട് കേൾക്കാനും ഈ ദൈവത്തിൻ്റെ പ്രകൃതി മനോഹാരിത നമ്മൾ ദർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനെല്ലാം കുറയും. അപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു, നമ്മൾ എവിടെയായിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെല്ലാത്തിലും ഒരു സന്തോഷം കണ്ടെത്തുക. അതിലെല്ലാം ധനാത്മകമായിട്ടുള്ള, സർഗാത്മകമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായാൽ നമുക്ക് സന്തോഷം നിലനിർത്താൻ പറ്റും. പിരിമുറുക്കം ഉണ്ടാവണം, എന്നാലേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിരിമുറുക്കം ഒരു ശാപമാണെന്നല്ല, അതൊരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ മൗനത്തിൽ നമുക്ക് ഭജിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതെല്ലാം അനുഗ്രഹമായിട്ട് സൗഭാഗ്യമായിട്ട് തീരും, ഒരു ഭാരവുമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണത്തിന് അവസരം ഒരുക്കിയ ലിസിക്കും ഇത് റെക്കോർഡ് ചെയ്യുന്ന ഉണ്ണിക്കും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അച്ഛനും മത്തായി ചേട്ടനും ചേച്ചിക്കും ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്നതിനും ഞങ്ങൾക്ക് പഴയ കുറേ ഓർമ്മകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയതിനും പിന്നെ ആ ഒരു സ്നേഹവും സന്തോഷവും എല്ലാത്തിനും ഞങ്ങളും ഒരുപാട് നന്ദി. ദൈവത്തിന് സ്തോത്രം. നന്ദി.